വെൽക്കം ടു എ ന്യൂ ക്ലാസ്. നമ്മൾ HSA നാച്ചുറൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഇക്കോളജി സെഷൻ തന്നെ കൈകാര്യം ചെയ്യുന്ന പാർട്ട് 9. ഇതിനു മുമ്പ് നമ്മൾ 1 മുതൽ 8 വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ പാർട്ട് 9 ആണ്. NCERT-നെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൂടുതൽ ജീവിവർഗങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്തെ ജൈവപിണ്ഡത്തിന് വർഷം തോറും കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടെത്തിയതാര്? കൂടുതൽ ജീവിവർഗങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലത്തെ ജൈവപിണ്ഡത്തിന്, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരുപാട് ജീവിവർഗങ്ങൾ, ഒരുപാട് തരത്തിലുള്ള ജീവികൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള ജൈവപിണ്ഡത്തിന് കാര്യമായ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടെത്തിയത് ആരാണ്? ഡേവിഡ് ടിൽമാൻ. ഡേവിഡ് ടിൽമാൻ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ ചോദ്യം. ആവാസ വ്യവസ്ഥയുടെ ശിഥിലീകരണം വിമാനത്തിന്റെ റിവറ്റുകളുമായി താരതമ്യപ്പെടുത്തി വിശദീകരിച്ചത് ആര്? അതൊരു ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള എങ്ങനെയാണ് ഒരു ഇക്കോസിസ്റ്റത്തിന് നാശം സംഭവിക്കുന്നത്, അപ്പം അതിലുള്ള ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള ഓരോ സ്പീഷീസിനെയും വിമാനത്തിലെ റിവറ്റുകളായിട്ട് താരതമ്യപ്പെടുത്തി. ഇതിപ്പോ സ്പീഷീസ് ആണെങ്കിൽ ഇതിൽ ഓരോന്നും എന്താണ്, ഒരു വിമാനത്തിന്റെ റിവറ്റുകൾ എത്രത്തോളം ഒരു വിമാനത്തിന് ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ ഒരു ആവാസ വ്യവസ്ഥയിൽ സ്പീഷീസിന് കാര്യമായ റോൾ ഉണ്ട്. അപ്പം ഇതിൽ ഓരോ റിവറ്റിങ്ങിനെ നമ്മൾ റിമൂവ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? വിമാനം തന്നെ അതിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും. അതുപോലെ തന്നെയാണ് ഓരോ സ്പീഷീസ് റിമൂവ് ആയി പോകുന്തോറും ഇക്കോസിസ്റ്റത്തിനെ കാര്യമായി ബാധിക്കുമെന്ന് വിശദീകരിച്ചത് ആരാണ്? ശാസ്ത്രജ്ഞന്റെ പേരാണ് പോൾ എയർലി. ആരാണ്? പോൾ എയർലി. മൂന്നാമത്തെ ചോദ്യം. ഒരു ആവാസ വ്യവസ്ഥയിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കുന്ന ജൈവവസ്തുവിന്റെ നിരക്കാണ് ഡാഷ്. ഒരു ആവാസ വ്യവസ്ഥയിൽ, അതായത് ഫോട്ടോസിന്തസിസിലൂടെ എത്രയും എമൗണ്ട് ജൈവവസ്തു നിർമ്മിക്കപ്പെടുന്നു അതാണ് ചോദ്യം. ടോട്ടൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. അതൊരു പെർട്ടിക്കുലർ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളതല്ല ചോദിക്കുന്നത്. മൊത്തത്തിലുള്ള, അതായത് ഫോട്ടോസിന്തസിന് ശേഷം കാണപ്പെടുന്ന മൊത്തത്തിലുള്ള ആ എനർജിയുടെ നിരക്ക് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉൽപാദനക്ഷമതയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്രാഥമിക ഉൽപാദനക്ഷമത. GPP-യുടെ മലയാളമാണ് മൊത്തത്തിലുള്ള പ്രാഥമിക ഉൽപാദനക്ഷമത. അതായത് ടോട്ടൽ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉൽപാദനക്ഷമതയാണ് അത്. അപ്പം അതിൽ നിന്ന് ഇനി വേറൊരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പോ സപ്പോസ് ഒരു അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ, അടുത്ത ഒരു പോഷണ തലത്തിലോട്ട് പോകുമ്പോൾ ഇതിൽ എത്രത്തോളം ചേഞ്ച് വരും? പ്രൊഡ്യൂസർ നമ്മൾ GPP നമ്മൾ കൺസിഡർ ചെയ്തു. അതിന് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവർ കുറച്ച് എനർജി എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും, അല്ലെങ്കിൽ ശ്വസന പ്രക്രിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇതിന് റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസന നിരക്ക് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ആ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു റേറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? NPP, അല്ലെങ്കിൽ ഫലത്തിലുള്ള പ്രാഥമിക ഉൽപാദനക്ഷമത. ഫലത്തിലുള്ള, അപ്പൊ NPP എന്നുള്ളതിന് എന്താ പറയാ? ഫലത്തിലുള്ള പ്രാഥമിക ഉൽപാദനക്ഷമത. ഫലത്തിലുള്ള പ്രാഥമിക ഉൽപാദനക്ഷമത. ഈ രണ്ട് ടേം ഓർത്തിരിക്കുക, GPP അതുപോലെ NPP. ഫലത്തിലുള്ള പ്രാഥമിക ഉൽപാദനക്ഷമത. നാലാമത്തെ ചോദ്യം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് സസ്യങ്ങൾ നിർമ്മിക്കുന്ന ജൈവവസ്തുവിന്റെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഒരു പ്രത്യേക സ്ഥലത്ത്, അതായത് ഫസ്റ്റ് ലെവലിൽ കാണപ്പെടുന്ന പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് സസ്യങ്ങൾ നിർമ്മിക്കുന്ന ജൈവവസ്തുവിന്റെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. അതിനെയാണ് പ്രാഥമിക ഉൽപാദനം അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത്, ആ പ്രത്യേക സ്ഥലത്തുള്ള സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് മൂലം എത്രത്തോളം എനർജി ഉൽപ്പാദിപ്പിക്കുന്നു അതിനാണ് എന്ത് പറയുന്നത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ലെവലിലെ സസ്യങ്ങൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലെ ജന്തുക്കളോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്ത് പറയും? സെക്കൻഡറി. അതായത് ഇതിനെ ഉപയോഗിച്ച്, പ്രൈമറി പ്രൊഡക്ഷനെ ഉപയോഗിച്ചും കൊണ്ട് അടുത്ത ലെവലിലോട്ട് പോകുമ്പം അടുത്ത പോഷണതലത്തിലെ ജീവജാലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിനെ എന്താ പറയാ? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അഞ്ചാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം കാണപ്പെടുന്നത് എവിടെയാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ടൽക്കാടുകൾ, മരുഭൂമി, പുൽമേടുകൾ, പവിഴപ്പുറ്റുകൾ. അപ്പം ഇതിൽ രണ്ടിലും നമുക്കറിയാം പൊതുവെ എപ്പോഴും ജൈവവൈവിധ്യം കുറവാണ് ഈ രണ്ട് സ്ഥലങ്ങളില്. പിന്നെ സാധ്യതയുള്ള രണ്ട് ചാൻസ് ഒന്ന് കണ്ടൽക്കാടും പവിഴപ്പുറ്റുകളുമാണ്. അപ്പൊ പിന്നെയുള്ള അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? കണ്ടൽക്കാട് നമുക്കറിയാം വെറ്റ്ലാൻഡ് ഏരിയയാണ്, ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എവിടെ കാണുന്നത്? പവിഴപ്പറ്റുകൾ അഥവാ കോറൽ റീഫ്സിലാണ് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം കാണപ്പെടുന്നത്.
ഈ രണ്ട് മാച്ച് ദ ഫോളോയിങ് ആണ്. രണ്ട് കോളം തന്നിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് മാച്ച് ചെയ്യണം. ഒന്നാമത്തെ കൂടുതൽ ജൈവവൈവിധ്യമുള്ള ഏരിയ, ഗാമ വൈവിധ്യം അല്ലെങ്കിൽ ഗാമ ഡൈവേഴ്സിറ്റി, വംശനാശ ഭീഷണി നേരിടുന്ന ജീവവർഗം എൻഡേഞ്ചേർഡ്, വംശനാശം വന്ന ജീവവർഗം അഥവാ എക്സ്റ്റിങ്ക്ട്. ഇതാണ് എക്സ്റ്റിങ്ക്ട് വരിക, ഇത് എൻഡേഞ്ചേർഡ്. ഇതിലേതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് കൂടുതൽ ഏറ്റവും ഇവിടെ കൊടുത്തിരിക്കുന്ന വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശം, അതായത് വലിയൊരു ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഡോഡോ ആൻഡ് സഞ്ചാരിപ്രാവ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ഉഷ്ണമേഖല മഴക്കാടുകൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം ഈ തന്നിരിക്കുന്നതിൽ ഏതാ വരിക? ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഗാമ വൈവിധ്യം എന്ന് പറയുന്നത് അതായത് വളരെയധികം ഇറ്റ് ഈസ് എ ലാർജ് ബയോഡൈവേഴ്സിറ്റി ഏരിയ, അതിനെയാണ് ഗാമ വൈവിധ്യം. അവിടെയാണ് നമ്മൾ ഗാമ വൈവിധ്യം കണ്ടെത്തുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വർഗം എന്താണ്? അത് തന്നെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. വംശനാശം വന്ന ജീവിവർഗമാണ് ഡോഡോ, അതുപോലെ സഞ്ചാരി പ്രാവ്. ഇതെല്ലാം ഇതിൽപ്പെടുന്ന ഗ്രൂപ്പാണ്. അടുത്ത ചോദ്യം, ബന്ദിപ്പൂർ കർണാടക എന്ന ദേശീയോദ്യാനം, അതായത് കർണാടകയിലുള്ള ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ എന്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടെ എന്തിന്റെ സംരക്ഷണമായിട്ടാണ് കണക്ട് ചെയ്യുന്ന ബന്ദിപ്പൂരിൽ? ആനയാണോ, കടുവയാണോ, മയിലാണോ, കാണ്ടാമൃഗമാണോ? ഇവിടെ കടുവയുടെ സംരക്ഷണ കേന്ദ്രമാണ് ബന്ദിപ്പൂർ. ദേശീയോദ്യാനങ്ങളിൽ സംരക്ഷണം നൽകുന്നത് എന്തിനെയാണ്? അതായത് സാധാരണ നാഷണൽ പാർക്കിൽ നമ്മൾ എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? സസ്യങ്ങളെ മാത്രമാണോ, ജന്തുക്കളെയാണോ, അതോ രണ്ടുപേരെയും ഉണ്ടോ, അതോ മൊത്തം ആവാസ വ്യവസ്ഥയാണോ? എങ്ങനെയാണ് വരിക? മൊത്തം ആവാസ വ്യവസ്ഥയാണ് നാഷണൽ പാർക്കിൽ സാധാരണയായിട്ട് സംരക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം നമ്മൾ മുമ്പുള്ളൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കോർബറ്റ്, ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് നൈനിറ്റാളിലാണ് കോർബറ്റ് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള മൃഗം ഏതാണ്? കടുവയാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതാണ് ജിം കോർബറ്റ്. അടുത്തത്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടാണ്? ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, നന്ദൻ കാനൻ എന്തിന്റെ പേരിലാണ് പ്രസിദ്ധമാകുന്നത്? ഇത് മറ്റൊരു നാഷണൽ പാർക്കാണ് നന്ദൻ കാനൻ. അവിടെ എന്തിന്റെ പേരിലാണ് പ്രസിദ്ധമാകുന്നത്? നീലഗിരി ഥാർ, ഹിപ്പോപ്പൊട്ടാമസ്, വെളുത്ത കടുവ, തിമിംഗലം. എന്താണ്? വെളുത്ത കടുവ, വൈറ്റ് ടൈഗറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ് നന്ദൻ കാനൻ. അടുത്തത്, കൻഹ നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. കൻഹ നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. കൻഹ നാഷണൽ പാർക്ക് എവിടാണ്? മധ്യപ്രദേശിലാണ്. കൻഹ നാഷണൽ പാർക്കിലെ മെയിനായിട്ട് സംരക്ഷിക്കപ്പെടുന്ന മൃഗം കടുവയാണ്. പ്രൊജക്ട് ടൈഗർ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1973, 1981, 85, 1986. ഏത് വർഷമാണ്? 1973 പ്രോജക്ട് ടൈഗർ ഇന്ത്യയിൽ നിലവിൽ വന്നത്. വന്യജീവികളുടെ ജനിതക വസ്തു സംരക്ഷിക്കാനുള്ള ഏറ്റവും ഉചിതമായ രീതി. വന്യജീവികളുടെ ജനിതക വസ്തു സംരക്ഷിക്കാനുള്ള ഏറ്റവും ഉചിതമായ രീതി എന്ന് വെച്ചാൽ എന്താ ചോദിക്കണേ? ഒരു ജീവികളുടെ ജനിതക വസ്തു ഉദ്ദേശിക്കുന്നത് ആ ജീവിയെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം. ഒരു ജീവി ജീവനോടുണ്ടെങ്കിൽ ജനിതക വസ്തു നമുക്ക് നിലവിലുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ നിലവിൽ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു വന്യജീവിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക? അതൊന്ന് വളച്ച് ചോദിച്ചതാണ്. പക്ഷെ ഉത്തരം ഇതിൽ ഏതാ വരിക? ടിഷ്യൂ കൾച്ചർ ഉണ്ട്, വിത്ത് സംരക്ഷണം, അതായത് സീഡ് ബാങ്ക്, പിന്നെ പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥയിൽ വളർത്തൽ, ക്രയോ പ്രിസർവേഷൻ അഥവാ അതിശീത സംസ്കരണം. അതായത് ഇത് ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിക്കുന്ന മെത്തഡാണ് ക്രയോ പ്രിസർവേഷൻ. അപ്പം ജനിതക വസ്തു സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആ ജീവിയെ തന്നെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതിലേതാണ് ഉത്തരം വരിക? പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥയിൽ വളർത്തൽ. അത് തന്നെയാണ് നാഷണൽ പാർക്കും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ വീഡിയോയിലെ, മാബ് എന്നാൽ എന്ത്? മാബ് എന്നാൽ എന്ത്? 4 ഇതിന്റെ അബ്രിവേഷൻ ആണ് ചോദിക്കുന്നത്. മാൻ ആൻഡ് ബയോളജി പ്രോഗ്രാം, മാൻ ആൻഡ് ബയോസ്ഫിയർ, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം, മാൻ ആൻഡ് ബയോളജി. എന്താണ്? മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. അപ്പൊ ഇവിടെ പി ഇല്ലാത്തത് കൊണ്ട് അതില്ല എന്നല്ല, അതിൽ കണക്ട് ചെയ്ത് വരുമ്പോൾ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്നാണ് മാബിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇതിനു മുമ്പിലുള്ള ഇക്കോളജി സെഷൻസിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. വീഡിയോ കണ്ടതിന് നന്ദി.